Hello. Welcome to market discussion of the day. Today, 28th of July 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ആ വീക്കിൽ നടന്നിട്ടുള്ള ഫണ്ടമെൻ്റൽസിനെ കുറിച്ചാണ് അല്ലേ. സോ നമുക്ക് ആദ്യമേ ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസിലോട്ട് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരാനായിട്ടുള്ളൊരു വീക്കാണെന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ വീക്കിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഈ വീക്കെൻഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് താരിഫ് അല്ലേ. യു എസും യൂറോപ്പുമായിട്ടുള്ളൊരു ട്രേഡ് താരിഫിനകത്തുള്ളൊരു അത് ഓഗസ്റ്റ് 1 വരും എന്നാണെന്ന് പറഞ്ഞിരുന്നത്. അതിനകത്തൊരു ധാരണയായി 15% താരിഫാണ് നടത്തിയെടുക്കാനായിട്ടുള്ളതെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കൺക്ലൂഷനിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് കൺക്ലൂഷനിലോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ 15% ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇന്നലെ മെനഞ്ഞാന്ന് ഒരു മീറ്റിംഗ് നടന്ന സമയത്ത്, വീക്കെൻഡിൽ മീറ്റിംഗ് നടന്ന സമയത്ത് US പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ 15% യൂറോപ്പ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡയറക്റ്റ്ലി അത് 30% ആകും എന്നുള്ളൊരു കാര്യം പറയുകയും അത് യൂറോപ്പിന് ആക്ച്വലി അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ആക്ച്വലി നടന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അത് നമ്മൾ എന്താ പറയുക, അതിനകത്ത് എന്തൊക്കെയാകും, അതിനകത്തുള്ളൊരു എൻഡ് റിസൾട്ട് മാർക്കറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ മാർക്കറ്റ് നോക്കിയാൽ ഗോൾഡിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് 3337 അവസാനിച്ച ഗോൾഡ് ഇന്ന് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തത് 3329 ഓക്കെ. അതിനുശേഷം 3315 വരെ മാർക്കറ്റ് പോയിട്ടുമുണ്ട്. അതിനുശേഷം മാർക്കറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് 3330 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സിനും, അതായത് ഏഷ്യൻ മാർക്കറ്റ് ഓപ്പണിങ്ങിനും യൂറോപ്പ് മാർക്കറ്റ് ഓപ്പണിംഗ് 3330 മുകളിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3330 ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ യൂറോയിൽ എടുക്കുമ്പോൾ യൂറോ നമ്മൾ ഇന്നത്തെ ദിവസം യൂറോയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. കാരണം യൂറോ അത്യാവശ്യം നല്ല രീതിയിൽ താഴോട്ട് പോയി ഈ ഒരു താരിഫിൻ്റെ കാര്യം പ്രമാണിച്ചിട്ട്. അതുകൊണ്ടിട്ട് യൂറോയിൽ നിന്ന് മാറി നിൽക്കേണ്ടിയും വരും. ഓക്കെ, സോ നമ്മൾ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ച നിങ്ങൾക്കറിയാം. നാളെ ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. 4 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സാണ്, ബേസിക് ക്ലാസ് ആണ്, അഡ്വാൻസ്ഡ് ലെവലൊന്നുമല്ല, ഒരു ബേസിക് ലെവലിലുള്ളൊരു ക്ലാസ് മാത്രമായിരിക്കും ഇത്. ഈ 4 ദിവസവും രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 സമയത്തും സെയിം കാര്യങ്ങളായിരിക്കും പറയുന്നത്. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ള കാര്യം വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ നമ്മൾ എക്കണോമിക് കലണ്ടറിലോട്ട് വരുമ്പോൾ, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് വരുമ്പോൾ ഇന്ന് നമുക്ക് ഫുള്ളായിട്ടൊരു ടെക്നിക്കൽ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിനെ നോക്കി കാണാവുന്നതാണ്. പക്ഷേ ഇന്ന് എൻ്റെ റെക്കമെൻഡേഷൻ ട്രേഡിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, US നിന്ന് വരുന്ന അനൗൺസ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, ഉറപ്പായിട്ടും ഈ താരിഫിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് US സെഷനിൽ വലിയൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം കൊണ്ടിട്ട് ഗോൾഡിൽ നിന്നൊക്കെ തൽക്കാലം ഇന്നത്തെ ദിവസം മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നാളെ നമുക്ക് ജോൾഡ് ജോബ് ഓപ്പണിംഗ്, CB കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഉണ്ട്. അത് കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സും ഉണ്ട്. വൈകുന്നേരം 3 മണിക്ക് UK ടൈമിങ്ങിലാണ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. സോ ആ ഒരു സമയത്ത് വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടായിരിക്കും. അതിന് മുന്നേ ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നാളത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റന്നാൾ നമുക്ക് യൂറോ സോണിൽ നിന്ന് രാവിലെ തന്നെ GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഈ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളുമായിട്ട് കമ്പൈൻ ചെയ്ത് വായിക്കുമ്പോൾ എങ്ങനെ വരും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. അതേപോലെ തന്നെ നമുക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഉണ്ട് രാവിലെ 10 മണിക്ക്. ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട് ഉച്ചയ്ക്ക് 1:15 US എന്നുള്ളത്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GDP അനൗൺസ്മെൻറ്റും US നിന്ന് വരുന്നുണ്ട് ബുധനാഴ്ച. അതുകൊണ്ടിട്ട് ബുധനാഴ്ച മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതിനുശേഷം ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഓക്കെ, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ GDP അനൗൺസ്മെൻറ്റ്, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, അതേപോലെ എന്താണ്
നമ്മുടെ നോൺ ഫാം പേറോൾ ഈ 3 ന്യൂസുകളാണ് മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ബുധനാഴ്ച മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. അതിൻ്റെ ഇമ്പാക്റ്റ് വ്യാഴാഴ്ച ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വ്യാഴാഴ്ച നമുക്ക് പ്രോപ്പർലി ട്രേഡ് ചെയ്ത് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. വ്യാഴാഴ്ച രാവിലെ അതായത് വെളുപ്പാങ്കാലത്ത് 12:50 UK ടൈമിങ്ങിന്, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടൈമിങ് ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ആ ഒരു സമയത്ത് ജപ്പാനിൽ നിന്നുള്ള റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് 3 മണിക്ക് UK ടൈമിങ്. ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസ് ബാങ്ക് ഓഫ് ജപ്പാൻ 7:30 മണിക്ക് UK ടൈമിങ്ങിന് ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസും ഉണ്ടാവും. ഓക്കെ, സോ പിന്നീട് നമുക്ക് കോർ PCE പ്രൈസ് ഇൻഡെക്സ് അതും 1:30 മണിക്ക് വരുന്നുണ്ട്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട് 1:30 മണിക്ക്. ഇതുകൊണ്ടിട്ടൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിലോട്ട് വരുന്നതും വ്യാഴാഴ്ചയാണ്. അതുകൊണ്ടിട്ട് വ്യാഴാഴ്ചയും നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും. അതേപോലെ വെള്ളിയാഴ്ച നോക്കുമ്പോൾ നമുക്ക് എന്താണ് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് ഉണ്ടാവും. സോ ഈ ന്യൂസൊക്കെ മാർക്കറ്റിനെ എവിടെ എത്തിക്കുമെന്നും എന്താണ് മാർക്കറ്റിൻ്റെ അവസ്ഥയെന്നും നമുക്ക് ഒരു പിടിയില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടിട്ട് ഈ ആഴ്ച നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് സ്റ്റക്കായി പോവാതെ മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ട്രേഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമാണെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ന്യൂസുകൾക്ക് മുന്നേ ആയിട്ട് 2-3 മണിക്കൂർ മുന്നേ ആയിട്ട് മാറി നിൽക്കുക. ഇല്ലെങ്കിൽ വേറെ കറൻസീസിൽ ട്രേഡ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഏതിനൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇന്നും ഓപ്പർച്യൂണിറ്റിയൊക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, അതേപോലെ നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. അതെല്ലാം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് നോൺ ഫാം പേറോൾ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സോ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വീക്കാണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വീക്കാണ്. മാർക്കറ്റിൻ്റെ റേഞ്ച് മാറാനായിട്ട് എല്ലാ പോസിബിലിറ്റിയുള്ള ഫണ്ടമെൻ്റലി എല്ലാ ന്യൂസ് ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളൊരു ആഴ്ച ആയതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം നേരെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPY വരാം. 148.13 നിൽക്കുന്നു. 148 താഴെ തന്നെ ആയിരുന്നു ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ്. ജപ്പാനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ജപ്പാനിലെ റൂളിംഗ് പാർട്ടിക്ക് അവർക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്നിട്ട് അവർ അവർ ഇറങ്ങിയിട്ടില്ല, അവർ ഭരണപക്ഷത്തു നിന്ന് ഇറങ്ങിയിട്ടില്ല. അതായത് താരിഫ് ഡീലുകളൊക്കെ ഒരു തീരുമാനമായതിനു ശേഷം മാത്രം ഇറങ്ങാം എന്നുള്ളൊരു റീസൺ കാരണം മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച 148 നേരെ 146 പോയിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും ആ ഒരു 148 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് 2:30 മണിക്കുള്ള ക്യാൻഡിൽ, അതായത് ഇവിടെ 10 മണിക്കുള്ള ക്യാൻഡിൽ ഏഷ്യ ക്ലോസിംഗ് സമയത്തും 148 താഴെ തന്നെയാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ 148.60 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് അവിടെ നിന്ന് ഒരു സെല്ലെടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി ആണ്, കൺസിഡർ ചെയ്യാവുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് 146 വരെയുള്ളൊരു ടാർഗറ്റ് നമുക്ക് വെക്കാം എന്നുള്ളതാണ് JPY എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും മാറി നിൽക്കുന്നത് ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഈ ട്രേഡ് ഡീലിൻ്റെ ന്യൂസ് വന്നതിൻ്റെ കാരണം. അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ, അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ 15% താരിഫ് യൂറോസോൺ അക്സെപ്റ്റ് ചെയ്തത് ഉറപ്പായിട്ടും പ്രതിപക്ഷം എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ മാർക്കറ്റൊക്കെ ഒറ്റയടിക്ക് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ യൂറോയുടെ കാര്യത്തിൽ. അതുകൊണ്ട് യൂറോ തൽക്കാലം മാറി നിൽക്കുക. യൂറോ എങ്ങാനും നമുക്ക് താഴെ വീണ് കിട്ടിയാൽ 1.1500 അടുത്തൊക്കെ കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതും വെറുതെ അവിടുന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ബൈ ലിമിറ്റ് ഇട്ട് വെക്കണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവിടുന്ന് ഒരു ബൈ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ് യൂറോയുടെ കാര്യത്തിൽ.
ഓക്കെ, നമ്മൾ നേരെ GBPയിലോട്ട് വരുമ്പോൾ 1.3417 നിൽക്കുന്നു. 1.3500 മുകളിലായിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച മിക്ക ദിവസങ്ങളിലും മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച തന്നെ മാർക്കറ്റ് താഴോട്ട് പോയി 1.1350 താഴെ പോയി. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഒരു 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 ചെറിയൊരു സപ്പോർട്ടായിരുന്ന മൈനർ സപ്പോർട്ടായിരുന്ന 1.3450 എന്ന് പറയുന്ന സപ്പോർട്ടും താഴെയായിട്ടായിരുന്നു മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസ് ആയത് എന്നുള്ളൊരു കാര്യം നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കിക്കാണേണ്ടി തന്നെ ഇരിക്കുന്നു. അത് എങ്ങനെയായി തീരും എന്നുള്ള കാര്യം നമുക്ക് നോക്കണം, അല്ലേ? സോ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം 1.3300 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമാണ് എനിക്ക് യൂറോയിൽ എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് 3336 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 3329 മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് പോലും. ഓക്കെ, ആ മാർക്കറ്റ് 3315 അവിടെ സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോയ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഉള്ളൊരു ഇത് വെച്ചിട്ട് നമുക്ക് US സെഷൻ വരെ 3330 ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. 3330 3345 ഈ റേഞ്ചിലായിരിക്കും US സെഷൻ വരെ നിൽക്കുന്നത്. US സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോകും എന്നുള്ളൊരു കാര്യം അറിയില്ല. അവിടുന്ന് ആ ഒരു സമയത്ത് അപ് ട്രെൻഡ് ആണ് എങ്കിൽ 3360 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് ന്യൂസിന് മുന്നേ ആയിട്ട് 3330 to 3360 എന്ന് പറയുന്ന റേഞ്ചിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. GDP അനൗൺസ്മെൻറ്റ് വരെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അതുകൊണ്ടിട്ട് തന്നെ 3330 അവിടെ നമുക്ക് അടുത്ത മാർക്കറ്റ് ക്ലോസിംഗ്, അതായത് ഏഷ്യൻ മാർക്കറ്റിൻ്റെ 2:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്ക് 3330 കിട്ടുകയാണെങ്കിൽ അവിടുന്ന് നമുക്കൊരു പ്രോപ്പർലി ഒരു ബൈ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഗോൾഡിനകത്തുള്ളൊരു ഓപ്പർച്യൂണിറ്റി. 3318 താഴെ, ഇല്ലെങ്കിൽ ഇന്ന് ലോ പോയ 3315 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷേ എന്നിരുന്നാലും 3360 വരെ നമുക്ക് ടാർഗറ്റും വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റും വെക്കാവുന്നതാണ്. അത്ര വരെ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. 3355 എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് പോകാവുന്നതും ആണ് ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് എന്നുള്ള കാര്യമാണ് എനിക്കെടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. ഗോൾഡിൻ്റെ ഒരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ വീക്കാണ്. ഈ ആഴ്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീക്കാണ്. വെറുതെ ചുമ്മാ ട്രേഡ് എടുത്ത് വെറുതെ നമ്മൾ എന്താ പറയുക, ട്രേഡിനകത്ത് സ്റ്റക്കായി പോകാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ക്ലാസ്സിനുള്ള ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.